ഈ ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് ചാടുന്നതിന് വേണ്ടി ഏറെ നാളത്തെ പരിശീലനം നടത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഡോക്ടറോട് പറഞ്ഞിട്ട് ചോറ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 നേരവും ചപ്പാത്തിയാക്കി ശരീരഭാരം നന്നായി കുറച്ചു. നല്ല മെലിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താടി നീട്ടി വളർത്തി. അതായത് ഷേവ് ചെയ്യുമ്പോൾ അലർജി എന്ന രീതിയിലാണ് താടി നീട്ടി വളർത്തിയത്. അതായത് ചാടുമ്പോൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഈ ജയിലിൻ്റെ കമ്പികളിൽ ഈ ആഹാരത്തോടൊപ്പം കൊടുക്കുന്ന ഉപ്പ് കൊണ്ടുവന്ന് തേച്ച് വെച്ചിട്ട് ആ കമ്പി തുരുമ്പിപ്പിച്ചു. അതായത് അതിൻ്റെ ഉപ്പ് തേച്ച് കഴിഞ്ഞാൽ ദ്രവിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ കുറേയേറെ പരിശീലനങ്ങൾ നടത്തി. എന്നിട്ടാണ് ഈ കമ്പി വളയ്ക്കുന്നതും അതിൻ്റെ ഇടയിലൂടെ നൂർന്ന് ഇറങ്ങുന്നതും. അതിനുശേഷം ഈ ഒരു തുണി കെട്ടിയിട്ട് അത് മതിലിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുത്ത് അപ്പുറത്തുള്ള ആൾ പിടിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം ചെയ്തു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ഘടിപ്പിച്ചിട്ടുള്ള മതിലായിരുന്നു. പക്ഷേ വൈദ്യുതാഘാതം ഏറ്റതുമില്ല. അപ്പോൾ അവിടുത്തെ വൈദ്യുതി ഒന്നും പ്രവർത്തിക്കുന്നില്ല. എന്തോ ഇതിൽ ദുരൂഹത ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളിൻ്റെ സഹായം, അല്ലെങ്കിൽ അകത്തു നിന്നുള്ളവരുടെ സഹായം ഇത് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഈ രൂപമാറ്റം വരുത്തിയത്, താടി വളർത്തിയത്, ശരീരം മെലിഞ്ഞത്, ഉപ്പ് തേച്ചത്, ഒപ്പം തുണി കെട്ടി എറിഞ്ഞത്. ഇതെല്ലാം സംശയങ്ങൾ ഉണർത്തുന്നു. എന്താണ് സംഭവം? ഗോവിന്ദച്ചാമി 1.5 മാസത്തെ തയ്യാറെടുപ്പാണ് ഈ ജയിൽ ചാട്ടത്തിന് വേണ്ടി അയാൾ എടുത്തിരിക്കുന്നത്. അതിൽ എപ്രകാരമാണ്, എന്തൊക്കെയാണ് അയാൾ ചെയ്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. അതിൽ പ്രധാനമായിട്ടും ഇന്ന് കാലത്ത് 1:15 അയാൾ ജയിൽ ചാടുന്നു. ജയിൽ ചാടി ആ ജയിൽ പരിസരത്ത് ഏകദേശം 2 മണിക്കൂറോളം കാത്തിരുന്നു. അതിനുശേഷമാണ് അവിടെ നിന്ന് മാറി ഏകദേശം ഒരു 4 കിലോമീറ്റർ അകലെയുള്ള തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ആ കിണറിലിറങ്ങിയിട്ട് അദ്ദേഹത്തെ പോലീസ് പിടിക്കുന്നതൊക്കെ. അപ്പം ഈ സംഭവം നടക്കുന്നതിന് കൃത്യം 1.5 മാസം മുമ്പ് മുതൽ ഇദ്ദേഹം ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആദ്യം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരഭാരം കുറയ്ക്കണം. ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ അടുത്ത് പ്രത്യേകം എഴുതി വാങ്ങിച്ചു. അരി ഭക്ഷണം കഴിക്കേണ്ടതില്ല, ചപ്പാത്തി മാത്രം കഴിച്ചാൽ മതി എന്ന് എഴുതി വാങ്ങിച്ചു. 3 നേരവും ചപ്പാത്തി കഴിച്ച് ശരീരഭാരം വളരെയധികം കുറച്ചു. അത് പ്രധാനമായിട്ടും ഈ കമ്പികൾക്കിടയിലൂടെ ഊർന്നിറങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് ശരീരഭാരം കുറച്ചതിലൂടെ ആൾ ലക്ഷ്യം വെച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, താടി നീട്ടി വളർത്തുക. താടി നീട്ടി വളർത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ജയിലിന് പുറത്ത് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇയാളുടെ വളരെ സുന്ദരനും സുമുഖനുമായിട്ടുള്ള വണ്ണമുള്ള ഫോട്ടോകളായിരിക്കും പോലീസ് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുക. അങ്ങനെയാണെങ്കിൽ ആളുകളുടെ മനസ്സിൽ മുഴുവൻ അത്തരത്തിലുള്ളൊരു ചിത്രമായിരിക്കും ഉണ്ടാവുക. പിന്നീട് മെലിഞ്ഞ് ഉണങ്ങി താടി നീട്ടി വളർത്തിയ ഒരാളുടെ ചിത്രം ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ പോലും ഇത് ഗോവിന്ദച്ചാമിയാണോ എന്ന് സംശയിക്കാൻ പോലും ആളുകൾക്ക് അവസരമുണ്ടാവില്ല. ഈ 2 കാര്യങ്ങളാണ് ആദ്യം ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കമ്പി അറുത്തു മാറ്റാനുള്ള ശ്രമവും അതോടൊപ്പം ഈ കമ്പി തുരുമ്പിച്ച് വളയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ, ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കമ്പി അറക്കുന്നത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും കമ്പി അറുത്ത് മാറ്റുമ്പോൾ സൗണ്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ മഴ പെയ്യുന്ന സമയങ്ങളിൽ മാത്രം കമ്പി അറുത്ത് മാറ്റുക. ഭക്ഷണത്തോടൊപ്പം കൊടുത്തിരിക്കുന്ന ഉപ്പ് കൊണ്ടുവന്നിട്ട് ഈ അറുത്ത് മാറ്റുന്ന സ്ഥലങ്ങളിൽ വെക്കുക. അപ്പം ഈ മഴയും ഈർപ്പം ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഇരുമ്പാണല്ലോ കമ്പി അപ്പം തുരുമ്പെടുത്ത് ദ്രവിക്കാൻ തുടങ്ങും. അപ്പോൾ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ അയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണ് അയാൾ ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ വലിയ ഉയരമുള്ള ആകാശവാണിയുടെ സൈഡിലുള്ള ഈ മതിൽ എങ്ങനെ അയാൾ ചാടിക്കടന്നു എന്നതാണ് അടുത്ത ചോദ്യം. അതിനുവേണ്ടി ഒരു വടം ഇയാൾ തയ്യാറാക്കിയിരുന്നു. എന്താണ് വടം? തുണി കൊണ്ട് തയ്യാറാക്കിയ കുറേ തുണികൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയതാണ് വടം. അപ്പോൾ എവിടെ നിന്ന് ഇത്രയും തുണികൾ കിട്ടി? ഇത്രയും തുണികൾ കിട്ടിയത് നേരത്തെ അവിടെ താമസിച്ചിരുന്ന, ജയിലിൻ്റെ പല ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന അന്തേവാസികളായ ആളുകൾ ഉപേക്ഷിച്ചിട്ട് പോയതും അവർ പോകുന്ന ഘട്ടങ്ങളിൽ ചോദിച്ചു വാങ്ങിച്ചതുമായിട്ടുള്ള തുണികളാണ് ഈ ഗോവിന്ദച്ചാമി കൂട്ടിക്കെട്ടിയിട്ട് വടമാക്കിയിട്ട് ഈ ജയിലിൽ ചാടാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഇത്രയും ഉയരമുള്ള ഒരു ജയിലിൽ ചാടാൻ ഈ വടം ഉപയോഗിച്ചാലും അത്രയും ഉയരത്തിലേക്ക് എറിഞ്ഞ് എത്തിക്കാൻ പാടുപെടുന്നത് കൊണ്ട് തന്നെ ആളൊരു വെള്ളം പിടിച്ചു വെക്കുന്ന വലിയൊരു ഡ്രമ്മ് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് അത് കമിഴ്ത്തിയിട്ട് ഈ മതിലിനോട് ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു വാർഡൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ച എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഇത് അവിടെ കൊണ്ടുവച്ചിരുന്നു. രണ്ടാമതൊരു കാര്യം, ഈ ഉണ്ടാക്കി വെച്ച വടം സ്വാഭാവികമായിട്ടും ഇയാളുടെ സെല്ലിനകത്ത് ഇയാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അവിടെ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. കാരണം തൂങ്ങി മരിക്കുക അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും പോലീസുകാരോ അല്ലെങ്കിൽ വാർഡന്മാരോ കൂടുതലായിട്ടുള്ള ഡ്രസ്സുകളൊന്നും അതിനകത്ത് അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് ജയിലിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത്. ഇതും അവിടെ ഉണ്ടായിരുന്ന വാർഡന്മാരോ ചുമതലയിലുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥന്മാരോ ഇതുവരെയും കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ജയിലിൻ്റെ മതിലിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫെൻസിങ് വഴി വൈദ്യുതി ബന്ധം ഇല്ല എന്ന് മനസ്സിലാക്കിയ ഈ ഗോവിന്ദച്ചാമി അത്
കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഈ വടം ആ ഫെൻസിങ്ങിലേക്ക് വലിച്ച് എറിഞ്ഞ് പിടിപ്പിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് വലിഞ്ഞു കയറി പോകുന്നത്. ആ വലിഞ്ഞു കയറി പോയ ഗോവിന്ദസ്വാമിയാണ് കൃത്യമായിട്ടും ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്തേക്ക് വടം തിരിച്ചിട്ടിട്ട് അതുവഴി ഇറങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മാസം ഇയാൾ ഇത്രയും കൃത്യമായിട്ട് പ്രിപ്പറേഷൻസ് നടത്തി അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് അവിടെ നിന്ന് പുറത്ത് കടക്കുന്നത് വരെ അവിടുത്തെ ആ ജയിലിനകത്തെ ഒരു വാർഡനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാർക്കോ ആർക്കും ഇത് മനസ്സിലായില്ല, ആരും ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെത്രത്തോളം ആണ് അവിടെ പരിശോധന നടത്തുന്നത്, എത്രത്തോളം ഈ ആളുകളുടെ ജയിലിലെ ഈ ജയിൽ പുള്ളികളുടെ കാര്യത്തിൽ ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നടത്തിയ 1.5 മാസത്തെ തയ്യാറെടുപ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥന് പോലും അറിഞ്ഞില്ല, ഒരു ഉദ്യോഗസ്ഥൻ പോലും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾക്ക് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാളുടെ ജയിൽ ബ്ലോക്ക് 10ാം നമ്പർ ബ്ലോക്കാണ്. ആ ബ്ലോക്കിന് നേരെ ഫ്രണ്ടിലാണ് ഈ പറഞ്ഞ വാർഡന്മാരുടെ മുറിയുള്ളതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇയാൾ ഈ ജയിലിൻ്റെ കമ്പി മുറിക്കുന്ന സമയത്ത് ഇവർ അറിഞ്ഞില്ല. മഴ പെയ്യുന്ന സമയത്ത് ആയിക്കോട്ടെ, മഴ പെയ്യുന്ന സമയത്തായാലും എങ്ങനെയാണ് ഈ ഉപ്പ് കൊണ്ടുവച്ചതെന്ന് ഇവർക്ക് കാണാൻ സാധിക്കില്ല. ഉപ്പ് കൊണ്ടുവച്ചാൽ സ്ഥിരമായിട്ട് ഉപ്പ് വെച്ചാൽ മാത്രമല്ലേ ദ്രവിക്കുള്ളൂ. അല്ലാതെ ഒരു ദിവസം ഉപ്പ് വെച്ചിട്ട് പോയി ഇവരെ കാണുമ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെയും വീണ്ടും അങ്ങനെയല്ലോ ചെയ്യാം. സ്ഥിരമായിട്ട് ഉപ്പ് വെച്ച് ദ്രവിക്കണ്ടേ. അപ്പോൾ അതൊക്കെ വെച്ചതുപോലും ഇവർ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ഉത്തരവാദിത്വമുണ്ട്? ഇവർ ചെയ്യുന്ന ജോലിയിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് യഥാർത്ഥ വസ്തുത. എന്നിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാളുടെ ജയിലിനകത്തുനിന്ന് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി. CCTV ഉണ്ട് അവിടെ പല സ്ഥലങ്ങളിൽ. അപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ CCTV ഉണ്ട് എന്നറിയാവുന്ന ഗോവിന്ദസ്വാമി CCTV ഇല്ലാത്ത ക്വാറന്റൈൻ ബ്ലോക്കിൻ്റെ അതുവഴി പോയിട്ടാണ് ഈ പറഞ്ഞ ആകാശവാണിയുടെ സൈഡ് വഴി പുറത്തേക്ക് ചാടി പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടാണ് ഗോവിന്ദസ്വാമി ചാടി. ഇനി ഗോവിന്ദസ്വാമി കൊടുത്ത മൊഴിയിലാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത്. ജയിലിൽ നിന്ന് ചാടിയതിന് ശേഷം സംസ്ഥാനം വിടാനും പണം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് താൻ ജയിലിൽ നിന്ന് ചാടിയത് എന്നുമാണ് ഗോവിന്ദസ്വാമി പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. ഗോവിന്ദസ്വാമി പുറത്തിറങ്ങി സംസ്ഥാനം വിടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. 2 മണിക്കൂറോളം ഏതെങ്കിലും വാഹനം കിട്ടും എന്ന് കരുതിയിട്ട് ജയിലിൻ്റെ പരിസരത്ത് തന്നെ അയാൾ തങ്ങി എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ ജയിലിൽ ചാടിയിട്ട് 2 മണിക്കൂർ നേരം ജയിൽ പരിസരത്ത് തന്നെ തങ്ങുക. അപ്പം ആരറിയുന്നില്ല, അവർ അറിയുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ട്. ഈ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ 1:15 ജയിൽ ചാടിയിട്ട് അറിയുന്നത് 5 മണിക്ക് രാവിലെ അറ്റൻഡൻസ് എടുക്കാൻ വരുമ്പോഴാണ്. 5 മണിക്ക് അറ്റൻഡൻസ് എടുക്കാൻ വരുന്നത് വരെ ഗോവിന്ദസ്വാമി പുറത്ത് നിൽക്കുക, ഇവരറിയുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് പിന്നീടാണ് ഇയാൾ ഈ തളാപ്പ് ഭാഗത്തേക്ക് വരുന്നതും വാർത്തകൾ വന്നതിന് ശേഷം ആളുകളുടെ ശ്രദ്ധയിൽ പെട്ടു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒടുവിൽ ഈ പറയുന്ന കെട്ടിടത്തിൻ്റെ എന്താ പറയുക കിണറിൽ വന്ന് നിൽക്കുന്നതും അവിടെ നിന്ന് പോലീസ് പിടിക്കുന്നതുമൊക്കെ. അപ്പോൾ കേരള പോലീസൊക്കെ അവർ വളരെ പെട്ടെന്ന് അവരറിഞ്ഞതിൻ്റെ തൊട്ടടുത്ത നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവർക്കത് പിടിക്കാൻ സാധിച്ചു. പക്ഷേ ഈ ജയിൽ വാർഡനും ജയിലിനകത്തുള്ള ജയിൽ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും വന്ന വലിയ വീഴ്ചയാണ് ഇത്തരം ഈ തയ്യാറെടുപ്പുകൾക്കും അയാൾക്ക് ജയിൽ ചാടാനുള്ള അവസരവും ഉണ്ടാക്കിയത് എന്നതാണ് ഇതിൻ്റെ വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.